വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് RMP നേതാവ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ വ്യാപക വിമർശനം. അധിക്ഷേപ പരാമർശം RMPയുടെ നിലപാടിന് വിരുദ്ധമെന്ന് KK രമ MLA പ്രതികരിച്ചു. KS ഹരിഹരൻ തെറ്റ് മനസ്സിലാക്കിയെന്ന് കരുതുന്നുവെന്ന് KK രമ പറഞ്ഞു. CPMന്റെ വർഗീയ പരാമർശത്തിനെതിരെ വടകരയിൽ നടന്ന പൊതുപരിപാടിയിൽ RMP നേതാവ് സഖാവ് KS ഹരിഹരന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം, സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം, അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMPയുടെ അഭിപ്രായം. ഇത്തരം വിഷയങ്ങൾ, ഇത്തരം പരാമർശങ്ങൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പ്രസ്താവന തള്ളി കോൺഗ്രസും രംഗത്തെത്തി. പൊതുവേദിയിൽ മാത്രമല്ല, സ്വകാര്യ സംഭാഷണത്തിൽ പോലും പാടില്ലാത്ത പരാമർശമാണ് KS ഹരിഹരനിൽ നിന്നുണ്ടായതെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇത് തെറ്റാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. അവരുടെ പാർട്ടി അതിനകത്തൊരു നിലപാടെടുത്തു. പാർട്ടി അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി. അവരുടെ പാർട്ടി നേതൃത്വം ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അത് കൂടുതൽ ചർച്ച ചെയ്യുമെന്നുള്ളതും സംഘടനാപരമായ ആ വിഷയം അവർ ചർച്ച ചെയ്യുന്നുള്ളതും ഉൾപ്പെടെ പറഞ്ഞു. പ്രസംഗത്തിൽ മാത്രമല്ല, ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. നിയമ നടപടി സ്വീകരിക്കുമെന്ന് DYFI വ്യക്തമാക്കി. മിഥില ബാലൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥില, ഇതിലിപ്പോൾ തള്ളിപ്പറയുന്നുണ്ട് RMPയും കോൺഗ്രസും ഒക്കെ, നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് ഹരിഹരൻ. ഇതൊക്കെയാണെങ്കിൽ പോലും ഈ പരാമർശം അത്യന്തം നിർഭാഗ്യകരമാണ്, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ്. അതുണ്ടായൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ ഒരു വിശദീകരണ യോഗത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തി എന്നുള്ളത് തീർച്ചയായും UDFനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒന്നല്ലേ? മറ്റൊന്ന്, ഇതിൽ ഏത് തരത്തിലേക്കാണ് CPIMന്റെ പ്രതികരണം വരുന്നത്? DYFI നിയമ നടപടിയിലേക്ക് പോകുന്നു. CPIMന്റെ ഭാഗത്തുനിന്ന് മുതിർന്ന നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു പരാമർശം, അല്ലെങ്കിൽ പ്രതിഷേധാർഹമായ ഒരു പരാമർശം തന്നെയാണ് ഇന്നലെ KS ഹരിഹരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു വിശദീകരണ യോഗത്തിൽ, അതായത് CPM വർഗീയതയ്ക്കെതിരെ ജനകീയ ക്യാമ്പയിൻ എന്ന രീതിയിൽ നടത്തിയ ഒരു വിശദീകരണ യോഗത്തിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. അത് ആ പരിപാടിയുടെ ഉദ്ഘാടകനായ VD സതീഷിനെയും ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെയും സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ആ ഒരു പരാമർശം. ഈ പരാമർശം വിവാദമായതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ചത്. എന്നാൽ ഈ ഖേദം പ്രകടനത്തിൽ ഒതുങ്ങി നിന്നില്ല കാര്യങ്ങൾ. RMPയും ഒപ്പം തന്നെ കോൺഗ്രസും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ രീതിയിൽ ആ ഒരു പരാമർശം വിവാദമാവുകയാണ്. നിലവിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് DYFI അറിയിച്ചിട്ടുള്ളത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി 5 മണിയോടെ മാധ്യമങ്ങളെ കാണും. അതിൽ CPMന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കും. എന്തുതന്നെയായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. വടകര റൂറൽ SP പരാതി നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും എന്താണ് അക്കാര്യത്തിൽ CPM സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്നത് 5 മണിയോടെ നമുക്ക് അറിയാൻ കഴിയും. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പരാമർശമാണ് RMPയുടെ മുതിർന്ന നേതാവ്, അതായത് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KS ഹരിഹരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പരാമർശമുണ്ടായി, തൊട്ടു പിന്നാലെ തന്നെ മാപ്പ് പറഞ്ഞു. രമ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ വീണ്ടും അത് ഇത്തരത്തിൽ ചർച്ചയാക്കുന്നത് CPM ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയാണ് എന്ന ഒരു കാര്യം കൂടി KK രമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ എന്തു തന്നെയായാലും സമൂഹത്തിൽ വടകരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർഗീയ പരാമർശം, KK ശൈലജയ്ക്കെതിരായ അധിക്ഷേപം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വർഗീയ പരാമർശം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ഈ വിഷയം പാർട്ടി തള്ളി പറയുന്നുണ്ട്. കൂടാതെ ഈ പരാമർശം നടത്തിയ ആൾ അതിൽ നിർവ്യാജം ഖേദപ്രകടനം നടത്തുന്നു. എന്നിരിക്കിൽ ഇങ്ങനെ ഈ തരത്തിലേക്ക് വീണ്ടും അതൊരു ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നതുകൂടിയല്ലേ RMP വ്യക്തമാക്കുന്നത്? കാരണം മുൻപ് CPIMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പല സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരുത്തപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ട് എന്നുകൂടി അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായും അനുജ, അതുതന്നെയാണ് KK രമയുടെ ഇന്ന് രാവിലത്തെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് തെറ്റു മനസ്സിലായതുകൊണ്ടാണ് KS ഹരിഹരൻ മാപ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ആ വിവാദം അവിടെ അവസാനിക്കേണ്ടതാണ് എന്ന തരത്തിലാണ് തള്ളിപ്പറയുമ്പോൾ തന്നെ KK രമ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, വീണ്ടും വീണ്ടും ഈ വിഷയം ചർച്ചയാക്കുന്നത് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ
CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ നേതാക്കൾ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടും മാപ്പ് പറയാത്ത എല്ലാ കാര്യങ്ങളും രമ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്തുതന്നെയാലും RMPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ല. എന്തുതന്നെയായാലും സംഘടനാ തലത്തിൽ അവർ ഈ വിഷയം ചർച്ച ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ യോഗം ചേർന്ന് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നത് ചർച്ച ചെയ്യും എന്നും സംഘടനാ തലത്തിൽ KK രമ അറിയിച്ചിട്ടുണ്ട്. അതും വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള നടപടി വരുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ എന്നതും, കാരണം വലിയ തരത്തിലുള്ള ഒരു പരാമർശം, സമൂഹത്തിൽ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പരാമർശം, ഒരു സ്ത്രീവിരുദ്ധ പരാമർശം, അതായത് സമൂഹത്തിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളെ KK ശൈലജ ഒപ്പം തന്നെ നടി മഞ്ജു വാര്യർ, ഈ രണ്ടുപേരെയും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ RMP കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തുനിന്നും ഒരു പരാമർശം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെയാണ് RMPയും ഇതിനെ കാണുന്നത്. അതേസമയം ഇത് ചർച്ചയാക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുമില്ല. RMPയും കോൺഗ്രസും ഉൾപ്പെടെ ഈ പ്രസ്താവന തള്ളിയിട്ടുണ്ട്. CPIM-ന്റെ നിലപാട് എന്ത് എന്നത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ജില്ലാ സെക്രട്ടറി 5 മണിക്ക് വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്.